നിങ്ങൾ എന്തിനാണ് ഈ എക്സാം എഴുതാൻ തുടങ്ങിയത്? തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടായില്ലേ? ഒരു ഗോൾ, ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ലേ? ഇതെനിക്ക് നേടണം, അങ്ങനെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ലേ? ആ ലക്ഷ്യം, ആ സ്വപ്നം, ആ ഗോള് അതെന്തായിരുന്നെന്ന് ഇപ്പം നിങ്ങൾ ഓർക്കാറുണ്ടോ? തിരിച്ച് ആ സമയത്തിലേക്കൊന്ന് പോയാലോ? ഈ എക്സാം എഴുതണമെന്ന് നിങ്ങൾ തീരുമാനിച്ച ആ സമയത്തിലേക്ക്. അന്ന് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആ ഡ്രീം, ആ മോട്ടിവേഷൻ, ആ ഡിറ്റർമിനേഷൻ, എനിക്കിത് നേടണമെന്ന ആ ഫീലിംഗ്, അത് ഇപ്പോഴും നിങ്ങളിലുണ്ടോ? നിങ്ങൾ ഫോൺ ഉപയോഗിച്ച് ടൈം നന്നായിട്ട് കളയുന്നില്ലേ? നിങ്ങൾക്കറിയാം, എനിക്ക് പഠിക്കാനുണ്ട്, എനിക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യണം, എനിക്കൊരു ടാർഗറ്റ് ഉണ്ട്, എനിക്കിത് അച്ചീവ് ചെയ്താലാണ് ലൈഫിൽ ഞാൻ ചിന്തിക്കുന്ന പോലെ എല്ലാം പറ്റുള്ളൂ. ഇതെല്ലാം നിങ്ങൾക്കറിയാം, ഇതൊക്കെ നിങ്ങളോട് പറയാറുണ്ട്. പക്ഷേ ഒന്ന് സത്യസന്ധമായിട്ട് നിങ്ങളോട് തന്നെ നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ ശരിക്കും സമയത്തിന് ആ ടാർഗറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ടോയെന്ന്. അല്ലെങ്കിൽ ഫോൺ എടുത്തിട്ട് ഫോൺ സ്ക്രോൾ ചെയ്ത് റീല് കണ്ട്, അല്ലെങ്കിൽ ഷോർട്സ് കണ്ട്, ഒരു റീല് കണ്ട് അത് കഴിഞ്ഞ് അടുത്തത്, പിന്നെ അടുത്തത്, അങ്ങനെ നോക്കുമ്പോൾ ഒരു മണിക്കൂർ പോയിരിക്കും. അപ്പോൾ നമ്മൾ പറയും ഇനി 5 മിനിറ്റ് കൂടെ എന്നിട്ട് പഠിക്കാമെന്ന്, അല്ലേ? പക്ഷേ ആ 5 മിനിറ്റ് പിന്നെ എപ്പോഴാണ് ഒരു മണിക്കൂറായി മാറുന്നത് അത് നമ്മൾ പോലും അറിയുന്നില്ല, അല്ലേ? നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പഠിക്കണമെന്നും നിങ്ങൾക്കറിയാം, നിങ്ങളുടെ സമയം എത്ര വാല്യുബിൾ ആണെന്നും നിങ്ങൾക്കറിയാം. എന്നിട്ടും ആ സമയം നിങ്ങൾ തന്നെ കളയുന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കാം. ഈ ദിവസവും നിങ്ങൾ കളയുന്ന ആ ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഒരു ടോപ്പിക്ക് പഠിക്കാമായിരുന്നു, ഒരു ചാപ്റ്റർ റിവൈസ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഒരു 20-30 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഗോളിലേക്ക് ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ അതിന് പകരം നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ എന്താണ് നേടിയത്? കുറച്ച് റീൽസ്, കുറച്ച് സ്ക്രോളിങ്, കുറച്ച് ഓവർ തിങ്കിങ്, അല്ലേ? പിന്നെ ഇന്ന് എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല എന്നൊരു ഗിൽട്ടും. ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നത്? ഒന്നുമില്ല. നിങ്ങളുടെ ഗോൾ നിങ്ങളെ തേടി വരില്ല, നിങ്ങൾ അതിൻ്റെ അടുത്തേക്ക് പോകണം, നിങ്ങളാണ് പരിശ്രമിക്കേണ്ടത്. അതുകൊണ്ട് ഇനി ഇങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ മുന്നേ ഒന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യമാണോ? അല്ലെങ്കിൽ എക്സാമിന് ഇനി കുറച്ചുകൂടി സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നന്നായിട്ട് പഠിച്ചേനെ. ഇങ്ങനെ നിങ്ങൾ എത്ര തവണ ചിന്തിച്ചിട്ടുണ്ട്? അന്ന് കുറച്ചും കൂടെ സമയം കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പിന്നെ കാര്യമുണ്ടോ? ഒന്ന് സത്യസന്ധമായിട്ട് ചിന്തിച്ച് നോക്ക്. നിങ്ങൾക്ക് കിട്ടിയ സമയം നിങ്ങളെല്ലാവരും ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഓരോ തവണയും സമയം കിട്ടുമ്പോൾ അത് നമുക്ക് കുറവാണെന്ന് തോന്നുന്നതാണോ? ഒരു എക്സാം പോസ്റ്റ്പോൺ ചെയ്തു എന്ന് കരുതാം. 2 മാസം കൂടെ പോസ്റ്റ്പോൺ ചെയ്തു, 2 മാസം കൂടെ സമയം കിട്ടി. അപ്പോൾ നമ്മൾ എന്താണ് പറയുന്നത്? അടിപൊളി, ഇനി എനിക്ക് കുറേ സമയമുണ്ട്, ഇനി ഞാൻ നന്നായിട്ട് പഠിക്കും, ഈ 2 മാസം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ ആ 2 മാസം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ എവിടെയാണോ 2 മാസം മുമ്പ് ഉണ്ടായിരുന്നത് അവിടെ തന്നെയായിരിക്കും ഇപ്പോഴും. സിലബസ് അതേപോലെ, റിവിഷൻ അതേപോലെ, മോക്ക് ടെസ്റ്റും എല്ലാം, പ്രിപ്പറേഷൻ എല്ലാം അതേപോലെ. പക്ഷേ 2 മാസം പോയി. അപ്പോൾ ചിന്തിച്ച് നോക്കൂ, പ്രശ്നം ശരിക്കും സമയം കുറവായിരുന്നുകൊണ്ടാണോ, അതോ നമുക്ക് കിട്ടിയ സമയത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു എന്ന രീതിക്കാണോ പ്രശ്നം? പലപ്പോഴും നമ്മൾ കരുതുന്നത് എനിക്ക് കുറച്ചുകൂടി സമയം കിട്ടിയാൽ ഞാൻ നന്നായിട്ട് പഠിക്കുമെന്നാണ്. പക്ഷേ സത്യം എന്താണെന്നറിയോ? കൂടുതൽ സമയം കിട്ടുന്നത് കൊണ്ട് മാത്രം നമ്മൾ കൂടുതൽ പഠിക്കണമെന്നില്ല. ഡെഡ് ലൈൻ അകലെയാണെന്ന് തോന്നുമ്പോൾ നമ്മുടെ മനസ്സ് പറയും ഇന്ന് വേണ്ട, നാളെ തുടങ്ങാം, ഇനിയും സമയമുണ്ട്, വീക്കെൻഡ് മുതൽ സീരിയസ് ആകാം, അടുത്ത മാസം മുതൽ ഫുൾ പ്രിപ്പറേഷൻ തുടങ്ങാം. അങ്ങനെ നാളെ 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 അങ്ങനെ പോവും. ആഴ്ചകൾ കടന്നു പോകും, മാസങ്ങളും കടന്നു പോകും. പിന്നെ എക്സാം അടുത്തെത്തുമ്പോൾ വീണ്ടും അതേ ചോദ്യം, എനിക്ക് കുറച്ചുകൂടെ സമയമുണ്ടായിരുന്നെങ്കിൽ. പക്ഷേ ഇനി ഈ സൈക്കിൾ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ഇനി എത്ര സമയം കൂടെ കിട്ടുമെന്ന് ചോദിക്കരുത്. പകരം എനിക്ക് ഇപ്പോൾ കിട്ടിയ സമയത്ത് ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. എക്സാം പോസ്റ്റ്പോൺ ചെയ്തപ്പോൾ കിട്ടിയ ആ എക്സ്ട്രാ ടൈം നിങ്ങളുടെ പ്രിപ്പറേഷൻ രക്ഷിക്കാനുള്ള ഒരു സെക്കൻഡ് ചാൻസാണ്. പക്ഷേ അത് വീണ്ടും കളഞ്ഞാൽ അടുത്ത അവസരം കിട്ടുമ്പോഴും നിങ്ങൾ അതേ സ്ഥലത്ത് തന്നെ നിൽക്കും. അതുകൊണ്ട് സമയം കാത്തിരിക്കരുത്, സമയത്തെ ഉപയോഗിക്കുക. കാരണം നിങ്ങളുടെ പ്രിപ്പറേഷനെ മാറ്റുന്നത് നിങ്ങൾക്ക് എത്ര സമയം കിട്ടി എന്നതല്ല, കിട്ടിയ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. ഇനിയെങ്കിലും നിങ്ങൾ ചെയ്യാനുള്ള കാര്യം ചെയ്യാതെ പിന്നീട് ലൈഫ് ലോങ് റിഗ്രറ്റുമായിട്ട് ജീവിച്ചിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ഒന്ന് ചിന്തിച്ച് നോക്കുക. ഒരു 10 വർഷം കഴിഞ്ഞിട്ട് ഞാൻ അന്ന് കുറച്ചും കൂടെ പഠിച്ചിരുന്നെങ്കിൽ, സീരിയസ് ആയിട്ട് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് അത് നേടാൻ പറ്റുമായിരുന്നു എന്ന് 10 വർഷം ചിന്തിച്ച് റിഗ്രറ്റ് അടിച്ചിട്ട് കാര്യമുണ്ടോ? ആ ലൈഫ് അത്രയും മോശമായിരിക്കും. ആ റിഗ്രറ്റിലൂടെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് ഈ നിമിഷം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്കറിയോ, ഇത് നിങ്ങളുടെ ഫൈനൽ ചാൻസാണ്. കേൾക്കുമ്പോൾ ഞെട്ടിയോ? എന്നാൽ ഞെട്ടണ്ട. റിയലി ഇത് നിങ്ങളുടെ ഫൈനൽ ചാൻസ് ആണെന്ന് വിചാരിച്ച് നിങ്ങൾ പഠിക്കുക. ഇതുവരെ നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നത് നമുക്കിനി മാറ്റി വെക്കാം. അത് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. എത്ര ദിവസം വേസ്റ്റ് ചെയ്തു എന്നുള്ളത് എല്ലാം നമുക്കിനി മറക്കാം. നാളെ മുതൽ സീരിയസ് ആകുക എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അതൊന്നും ഇനി മാറ്റാൻ കഴിയില്ല. പക്ഷേ ഇനി മുതൽ എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു മൊമെൻറ്റ് മുതൽ സീരിയസ് ആവാം. നാളെ മുതൽ എന്നല്ല, മൺഡേ മുതലല്ല, നെക്സ്റ്റ് മന്ത് അല്ല, ഇപ്പോൾ മുതൽ നമുക്ക് സീരിയസ് ആകാം.
ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക, 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഫുൾ ഫോക്കസ് ചെയ്ത് പഠിക്കാം. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത ടാർഗറ്റ്, പിന്നെ അടുത്തത്. ലൈഫിലെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പം പ്ലാൻ ചെയ്യണ്ട, ഇന്നത്തെക്കുറിച്ച് പ്ലാൻ ചെയ്യുക. ഇന്നത്തെ ആദ്യത്തെ 1 മണിക്കൂറിനെ പറ്റി പ്ലാൻ ചെയ്യുക. എന്നിട്ട് അത് ശരിയായിട്ട് ഉപയോഗിക്കുക. ഫ്യൂച്ചറിൽ നിങ്ങൾ നിങ്ങളോട് തന്നെ എനിക്ക് വേണ്ടി ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന സമയത്ത് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഒരു റിഗ്രറ്റും ഇല്ലാതെ യെസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ കഴിയണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫൈറ്റ്. യുവർ ഫ്യൂച്ചർ ഈസ് വർത്ത് ഫൈറ്റിംഗ് ഫോർ. യുവർ ഗോൾ ഈസ് വർത്ത് ഫൈറ്റിംഗ് ഫോർ. ആൻഡ് ദിസ് മൊമെൻറ്റ് ഈസ് യുവേഴ്സ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ, മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. എനിക്ക് മോട്ടിവേഷൻ വന്നിട്ട് പഠിക്കാമെന്ന് ചിന്തിക്കരുത്. പലപ്പോഴും നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് മോട്ടിവേഷൻ വരുന്നത്. ഒരു ടോപ്പിക്ക് പഠിച്ചു, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തു, 1 മണിക്കൂർ ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ പഠിച്ചു, അങ്ങനെ നമ്മുടെ പ്രോഗ്രസ് കണ്ടു തുടങ്ങുമ്പോഴാണ് മോട്ടിവേഷൻ നമുക്ക് തനിയെ വരും. അല്ലാതെ മോട്ടിവേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ നിങ്ങളുടെ ചുറ്റിലും കാണുന്ന ടോപ്പേഴ്സ് എല്ലാവരും ഒരൊറ്റ ദിവസം കൊണ്ട് ടോപ്പേഴ്സായ ആൾക്കാരല്ല. അവർക്കും ബാഡ് ഡേയ്സ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. അവർക്കും പഠിക്കാൻ വരെ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ അവരതെല്ലാം ഓവർകം ചെയ്ത് ഡിസിപ്ലിൻഡായിട്ട് പഠിച്ച് എനിക്ക് എൻ്റെ ഗോൾ അച്ചീവ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങളും ആ റൂട്ടിലാണ് പോകേണ്ടത്. സോ യുവർ ഫ്യൂച്ചർ ഈസ് വെയിറ്റിംഗ് ഫോർ യു. യുവർ ഗോൾ ഈസ് വെയിറ്റിംഗ് ഫോർ യു. യുവർ ഡ്രീം ഈസ് വെയിറ്റിംഗ് ഫോർ യു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണം. ഫൈറ്റ് ഫോർ ദ ലൈഫ് യു ഡ്രീം അബൌട്ട്. ഡോണ്ട് വെയിറ്റ്, ഡോണ്ട് ഓവർ തിങ്ക്, ഡോണ്ട് ഗിവ് അപ്പ്. സ്റ്റാർട്ട്, വർക്ക്, സ്റ്റേ കൺസിസ്റ്റൻറ്റ് ആൻഡ് കീപ് ഗോയിങ്. കാരണം ഈ കഥയുടെ ക്ലൈമാക്സ് ഇനിയും തീരുമാനിച്ചിട്ടില്ല. നിങ്ങൾക്കത് മാറ്റി എഴുതാൻ ഇപ്പോഴും പറ്റും. ഗുഡ് ലക്ക്.